ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നഴ്സ് എന്ന നിലയിൽ നിങ്ങളുടെ കയ്യിൽ രോഗികളെ സഹായിക്കാൻ ഒരു കിടിലൻ പുതിയ ഐഡിയ ഉണ്ട്. അതൊരു പുതിയ ചികിത്സാരീതിയോ അല്ലെങ്കിൽ ഒരു പുതിയ കെയർ ടെക്നിക്കോ ഒക്കെ ആവാം. പക്ഷേ ഒരു സംശയം, ഇത് ശരിക്കും വർക്കാകുമോ? ഇത് രോഗികൾക്ക് ഗുണം ചെയ്യുമെന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? വെറുതെ ഒരു തോന്നലിന്റെ പുറത്ത് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം. ഒരു ആശയം കൊള്ളാമെന്ന് തോന്നിയാൽ മാത്രം മതിയോ? പോരാ, അത് രോഗികൾക്ക് ശരിക്കും ഗുണം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയണം. ആ ഒരു ഉറപ്പിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തുന്നത്? നമുക്ക് നോക്കാം. ഇതിന്റെ ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, കാരണവും ഫലവും തമ്മിലുള്ള ബന്ധം കൃത്യമായി സ്ഥാപിക്കുന്നതിലാണ്. അതായത്, നമ്മൾ ചെയ്യുന്നൊരു പ്രത്യേക കാര്യം ആ കാരണം കൊണ്ട് ഒരു പ്രത്യേക ഫലമുണ്ടാകുന്നുണ്ടോ എന്ന് സംശയമില്ലാതെ തെളിയിക്കണം. അപ്പോൾ ആ കാരണഫലബന്ധം തെളിയിക്കാനുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ശാസ്ത്രീയമായ രീതിയാണ് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ. ആരോഗ്യരംഗത്തുള്ള നിങ്ങൾക്ക് ഇതിന്റെ മറ്റൊരു പേര് ചിലപ്പോൾ കൂടുതൽ പരിചയമുണ്ടാകും: റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ അഥവാ RCT. ശരിക്കും പറഞ്ഞാൽ തെളിവുകളുടെ ലോകത്തെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ശരി, അപ്പോൾ ഒരു പഠനത്തെ എപ്പോഴാണ് നമ്മൾ ഒരു ട്രൂ എക്സ്പെരിമെന്റ് എന്ന് വിളിക്കുക? വെറുതെ ഒരു പരീക്ഷണം നടത്തിയാൽ മതിയോ? പോരാ. ഇതിന് ഒഴിവാക്കാൻ പറ്റാത്ത 3 പ്രധാന ചേരുവകളുണ്ട്. എന്തൊക്കെയാണവ എന്ന് നമുക്ക് ഓരോന്നായി നോക്കാം. അതിലെ ഒന്നാമത്തെ ഘടകമാണ് മാനിപ്പുലേഷൻ. ഈ വാക്ക് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. റിസർച്ചിൽ ഇതിന് വളരെ സിമ്പിളായ ഒരർത്ഥമേ ഉള്ളൂ. വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഗവേഷകൻ ഒരു കാര്യത്തിൽ മനഃപൂർവ്വം ഒരു മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം അവതരിപ്പിക്കുകയോ ചെയ്യുന്നു. ഈ ഇടപെടലിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. എന്നിട്ട് ഈ ഇടപെടൽ കാരണം പഠനത്തിന്റെ ഫലത്തിൽ എന്തു മാറ്റം വന്നു എന്ന് നിരീക്ഷിക്കുന്നു. ആ ഫലത്തെയാണ് നമ്മൾ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ഈ ഉദാഹരണം നോക്കിയാൽ സംഭവം ക്ലിയറാവും. വാക്സിൻ എടുക്കുമ്പോൾ വേദന കുറയുമോ എന്നറിയാനായി നമ്മളൊരു ഗ്രൂപ്പ് രോഗികൾക്ക് കോൾഡ് പാക്ക് വെച്ച് കൊടുക്കുന്നു. മറ്റൊരു ഗ്രൂപ്പിന് അത് കൊടുക്കുന്നുമില്ല. ഇവിടെ നമ്മൾ ബോധപൂർവം ചെയ്ത ആ ഇടപെടില്ലേ, ആ കോൾഡ് പാക്ക്, അത് തന്നെയാണ് മാനിപ്പുലേഷൻ. അത് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. വേദനയുടെ അളവ് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിളും. ഇനി രണ്ടാമത്തെ ചേരുവ കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണം. ഒരു പഠനത്തിന്റെ നട്ടല്ലേ എന്ന് തന്നെ നമുക്കിതിനെ വിളിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ കോൾഡ് പാക്ക് കാരണം മാത്രമാണ് വേദന കുറഞ്ഞതെന്ന് എങ്ങനെ ഉറപ്പിക്കും? ചിലപ്പോൾ ആ സമയത്ത് രോഗി വേറെന്തെങ്കിലും വേദനസംഹാരി കഴിച്ചിട്ടുണ്ടെങ്കിലോ? അപ്പോൾ ഫലം മാറിപ്പോയില്ലേ? ഇങ്ങനെ പുറത്തുനിന്നുള്ള മറ്റു കാര്യങ്ങൾ നമ്മുടെ പഠനത്തിന്റെ ഫലത്തെ സ്വാധീനിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൺട്രോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വരുത്തിയ മാറ്റം കൊണ്ട് മാത്രമാണ് ഫലമുണ്ടായതെന്ന് ഉറപ്പിക്കാനാണിത്. അപ്പോൾ ഈ നിയന്ത്രണം എങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ഇതിന് പല വഴികളുണ്ട്. ഏറ്റവും പ്രധാനം ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉപയോഗിക്കുക എന്നതാണ്. നമ്മുടെ പുതിയ ഇടപെടൽ ലഭിക്കുന്ന ഗ്രൂപ്പാണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. അവർക്കൊപ്പം സാധാരണ പരിചരണം മാത്രം ലഭിക്കുന്ന ഒരു കൺട്രോൾ ഗ്രൂപ്പും ഉണ്ടാകും. പിന്നെ 2 ഗ്രൂപ്പുകളിലെയും നടപടിക്രമങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കണം. അതായത്, നമ്മുടെ പുതിയ ഇടപെടൽ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും 2 ഗ്രൂപ്പുകൾക്കും ഒരുപോലെയാകണം. എന്നാലേ നമുക്ക് ഫലങ്ങളെ ശരിയായി താരതമ്യം ചെയ്യാൻ പറ്റൂ. ഇനി നമ്മൾ എത്തുന്നു മൂന്നാമത്തെ, ഒരുപക്ഷെ ഏറ്റവും നിർണായകമായ ഘടകത്തിലേക്ക്. അതാണ് റാൻഡമൈസേഷൻ. ഇതിന്റെ അർത്ഥം ഇത്രയുള്ളൂ: പഠനത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലേക്കാണോ അതോ കൺട്രോൾ ഗ്രൂപ്പിലേക്കാണോ ചേർക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് പൂർണ്ണമായും യാദൃച്ഛികമായിട്ടായിരിക്കും. ഒരു കോയിൻ ടോസ് ചെയ്യുന്നത് പോലെ. ഇവിടെ ഗവേഷകന്റെ ഇഷ്ടത്തിനോ രോഗിയുടെ പ്രായം നോക്കിയോ അസുഖത്തിന്റെ കാഠിന്യം നോക്കിയോ ഒന്നുമല്ല ആളുകളെ ഗ്രൂപ്പുകളായി തിരിക്കുന്നത്. എല്ലാം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ നറുക്കെടുപ്പ് പോലുള്ള രീതിയിൽ പൂർണ്ണമായും റാൻഡമായിരിക്കും. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം റാൻഡമൈസേഷൻ വഴി 2 ഗ്രൂപ്പുകളും തുടക്കത്തിൽ ഏതാണ്ട് ഒരുപോലെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. പ്രായം, ആരോഗ്യസ്ഥിതി, മറ്റു സ്വഭാവങ്ങൾ, ഇതെല്ലാം 2 ഗ്രൂപ്പുകളിലും ഏകദേശം ഒരുപോലെ വിതരണം ചെയ്യപ്പെടും. ഇതിലൂടെ സെലക്ഷൻ ബയസ്, അതായത് ഗവേഷകൻ അറിയാതെ പോലും ഒരു പ്രത്യേകതരം ആളുകളെ ഒരു ഗ്രൂപ്പിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള സാധ്യത നമ്മൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് പഠനശേഷം ഫലത്തിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ അത് നമ്മുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണെന്ന് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റും. ഇവിടെ പലർക്കും ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൊരു കാര്യമുണ്ട്. റാൻഡം സാമ്പിളിങ്ങും റാൻഡം അസൈൻമെന്റും ഒന്നാണോ? അല്ല, രണ്ടും രണ്ടാണ്. റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ജനവിഭാഗത്തിൽ നിന്ന്, ഉദാഹരണത്തിൽ കേരളത്തിലെ എല്ലാ നഴ്സുമാരിൽ നിന്നും നമ്മുടെ പഠനത്തിൽ പങ്കെടുക്കാൻ കുറച്ചുപേരെ റാൻഡമായി തിരഞ്ഞെടുക്കുന്നതാണ്. ഇനി റാൻഡം അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരഞ്ഞെടുത്ത ആ സാമ്പിളിനെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലേക്കും കൺട്രോൾ ഗ്രൂപ്പിലേക്കും റാൻഡമായി വിഭജിക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഒന്ന് ആളെ തിരഞ്ഞെടുക്കുന്നു, മറ്റേത് തിരഞ്ഞെടുത്തവരെ ഗ്രൂപ്പുകളായി തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 അടിസ്ഥാന തത്വങ്ങളില്ലേ, മാനിപ്പുലേഷൻ, കൺട്രോൾ, റാൻഡമൈസേഷൻ, ഇവ 3ഉം നിലനിർത്തിക്കൊണ്ട് തന്നെ പലതരം ഡിസൈനുകൾ ഗവേഷകർ ഉപയോഗിക്കാറുണ്ട്. ഓരോ ചോദ്യത്തിനും ഓരോ തരം ഡിസൈനായിരിക്കും ചേരുന്നത്.
നമുക്ക് സാധാരണയായി ഉപയോഗിക്കുന്ന ചില ഡിസൈനുകളുടെ ടൂൾ കിറ്റിലൂടെ ഒന്ന് വേഗത്തിൽ കണ്ണോടിക്കാം. ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ. പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈനാണ് കൂട്ടത്തിലെ ഏറ്റവും ക്ലാസിക്. അതായത് ഇടപെടലിനു മുൻപും ശേഷവും നമ്മൾ ഫലമളക്കുന്നു. എന്നാൽ ചിലപ്പോൾ ഈ പ്രീ ടെസ്റ്റ് നടത്താൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ഫലത്തെ സ്വാധീനിച്ചേക്കാം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി ഡിസൈൻ ഉപയോഗിക്കും. പിന്നെ ക്ലസ്റ്റർ റാൻഡമൈസ്ഡ് ഡിസൈൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഓരോ വ്യക്തികളെയല്ല, മറിച്ച് ആശുപത്രി വാർഡുകൾ പോലെയുള്ള മുഴുവൻ ഗ്രൂപ്പുകളെയാണ് റാൻഡമൈസ് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സാഹചര്യത്തിനും ചേർന്ന പലതരം ഡിസൈനുകളുണ്ട്. ശരി, നമ്മളിപ്പോൾ ഒരുപാട് ടെക്നിക്കൽ കാര്യങ്ങൾ ചർച്ച ചെയ്തു. പക്ഷേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥ പ്രയോജനം എന്താണ്? ഇതൊക്കെ അറിഞ്ഞിട്ട് നഴ്സുമാരായ നിങ്ങൾക്കും നിങ്ങൾ പരിചരിക്കുന്ന രോഗികൾക്കും എന്തു ഗുണമാണ് കിട്ടുന്നത്? നമുക്ക് അങ്ങോട്ട് വരാം. ഇതിൻ്റെ ശക്തി വളരെ വലുതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ട്രൂ എക്സ്പെരിമെൻറ്റുകൾ നമുക്ക് ഏറ്റവും ഉറപ്പുള്ള തെളിവുകൾ തരുന്നു. ഒരു ചികിത്സ അല്ലെങ്കിൽ ഒരു പരിചരണ രീതി ശരിക്കും ഫലപ്രദമാണോ എന്ന് ഒരു സംശയത്തിനും ഇടയില്ലാതെ പറയാൻ സാധിക്കുന്നു. എനിക്ക് തോന്നുന്നു എന്നതിനപ്പുറം ഇതാണ് തെളിവ് എന്ന് പറയാൻ നമ്മളെ സഹായിക്കുന്നത് ഇതാണ്. ഊഹാപോഹങ്ങൾക്കും വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കും പകരം ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രോഗികളെ പരിചരിക്കാൻ ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: മികച്ച രോഗി പരിചരണത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ, അതായത് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഗൈഡ് ലൈൻസ് രൂപീകരിക്കുന്നത് ഇത്തരം ശക്തമായ ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏതൊരു ചികിത്സയാണ് ഏറ്റവും നല്ല ഫലം തരുന്നത്, ഏതാണത്ര ഗുണകരമല്ലാത്തത് എന്നൊക്കെ തിരിച്ചറിയാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. ആത്യന്തികമായി ഇത് രോഗികൾക്ക് ഏറ്റവും മികച്ച പരിചരണം ഉറപ്പാക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ആശയത്തെ എങ്ങനെ ശക്തമായ തെളിവാക്കി മാറ്റാമെന്ന്. തെളിവുകളുടെ ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്: നഴ്സിംഗ് രംഗത്ത് നിങ്ങൾ ദിവസവും നേരിടുന്ന ഏത് വലിയ വെല്ലുവിളിക്കാണ് ഈ രീതി ഉപയോഗിച്ച് നമ്മൾ അടുത്തതായി ഒരു പരിഹാരം കണ്ടെത്തേണ്ടത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ആശയങ്ങൾ ഞങ്ങളെ അറിയിക്കുക.